ഡൽഹിയിൽ നടത്താനിരുന്ന ഭീകരാക്രമണത്തിന് പദ്ധതി തയ്യാറാക്കിയത് തുർക്കിയിൽ. ജെയ്ഷെ മുഹമ്മദിനും ഫരീദാബാദ് മൊഡ്യൂളിനും ഉക്കാസ എന്ന കോഡ് നാമത്തിൽ അറിയപ്പെട്ടിരുന്ന ഹാൻഡ്ലറുമായിട്ടായിരുന്നു ബന്ധം. എന്നാൽ തുർക്കി തങ്ങളുടെ പങ്ക് നിഷേധിക്കുകയാണ്. ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നിലെ ഭീകരർ അയോധ്യ രാമക്ഷേത്രം ഉൾപ്പെടെ 4 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ കൂടി ലക്ഷ്യമിട്ടു. സീരിയൽ സ്ഫോടനം നടത്താൻ ആയിരുന്നു ഭീകരരുടെ പദ്ധതി. ഫരീദാബാദിലെ അൽഫല മെഡിക്കൽ കോളേജിലെ ബോയ്സ് ഹോസ്റ്റൽ കേന്ദ്രീകരിച്ചായിരുന്നു സ്ഫോടനം ആസൂത്രണം ചെയ്തത്. NIA സംഘം വിവിധ സ്ഥലങ്ങളിൽ പരിശോധന നടത്തുകയാണ്. ഇപ്പോഴും രാജ്യത്ത് സ്ഫോടന പരമ്പര ലക്ഷ്യമിട്ട് ഭീകരർ 32 കാറുകൾ വാങ്ങിയതായാണ് സംശയിക്കുന്നത്. സ്ഫോടനത്തിൽ തകർന്ന ഹ്യുണ്ടായി i20, ഇന്നലെ പിടിച്ചെടുത്ത ഫോർഡ് ഇക്കോസ്പോർട്ട് എന്നിവയ്ക്ക് പുറമെ ഭീകര സംഘം വാങ്ങിയ ഒരു വാഹനം കൂടി കണ്ടെടുത്തിട്ടുണ്ട്. മാരുതി ബ്രസ കാറാണ് തിരച്ചിലിൽ കണ്ടെത്തിയത്. ഇവർ വാങ്ങിയ മറ്റൊരു കാറിനെ കുറിച്ചും സൂചനകൾ കിട്ടിയിട്ടുണ്ട്. ഡൽഹി സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഉമർ ഗുലാം നബി രാംലീല മൈതാനത്തിന് സമീപമുള്ള ഒരു ഗേറ്റിലെ പള്ളിയിലേക്ക് വരുന്ന CCTV ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. സ്ഫോടനത്തിന് മുൻപ് ഉമർ എന്തിനാണ് തുർക്ക്മാൻ ഗേറ്റിലേക്ക് എത്തിയത് എന്ന് അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. ഫരീദാബാദിലെ അൽഫല സർവകലാശാലയിലെ ലാബ് അന്വേഷണ സംഘം സീൽ ചെയ്തു കഴിഞ്ഞു. ലാബിൽ ഭീകര സംഘം പരീക്ഷണങ്ങൾ നടത്തിയതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ഒന്ന് ആലോചിക്കുക, ഒരു സർവകലാശാലയിലെ ലാബ് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക്, ഈ രാജ്യത്തെ മനുഷ്യരെ കൊന്നൊടുക്കാനുള്ള പരീക്ഷണങ്ങൾക്ക് വിളനിലമായി മാറി. ഡൽഹി സ്ഫോടനത്തിന് പിന്നിൽ പാകിസ്ഥാൻ ബന്ധം സംശയിക്കുന്ന അല്ലെങ്കിൽ ബലപ്പെടുത്തുന്ന കൂടുതൽ സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു കഴിഞ്ഞു. ഡോക്ടർ ഷഹീൻ ജെയ്ഷെ തലവൻ മസൂദ് അസറിന്റെ സഹോദരിയുമായി ആശയവിനിമയം നടത്തിയതിന് തെളിവുകളേറെയുണ്ട്. ജെയ്ഷയുടെ വനിതാ വിംഗ് ശക്തിപ്പെടുത്താൻ ചുമതല അറസ്റ്റിലായ ഈ ഡോക്ടർ ഷഹീനായിരുന്നു. ഡൽഹിയിൽ ഉന്നതതല യോഗം തുടരുകയാണ്. ഇന്ന് ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി അർജുൻ പീതാംബരൻ നമ്മളോട് പറയും. എന്തൊക്കെയായി അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ, എങ്ങനെയാണ് മുന്നോട്ട് പോക്ക്? ഹോം ബോൺ ടെററിസത്തെ അമർച്ച ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ടി നടപടികൾ എടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. സുരക്ഷാ കാര്യങ്ങൾക്കുള്ള ക്യാബിനറ്റ് സെക്യൂരിറ്റി, അതുപോലെ തന്നെ മറ്റ് ഉന്നതതല യോഗങ്ങളെല്ലാം തന്നെ ചേർന്നിരിക്കുന്നു. ഒരുപക്ഷെ വരും ദിവസങ്ങളിലായിരിക്കും അതിനുവേണ്ടി എന്തൊക്കെ നടപടികളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം വ്യക്തമാവുക. നിലവിൽ സുരക്ഷാ ഏജൻസികളുടെ അന്വേഷണം മുന്നോട്ട് പോകുന്നത് ഈ ഫരീദാബാദ് ടെറർ മൊഡ്യൂളിൻ്റെ പ്രവർത്തനം പൂർണ്ണമായും ഇല്ലാതാക്കുക, അതിനെ തകർത്ത് കളയുക എന്നുള്ള കാര്യം കേന്ദ്രീകരിച്ചാണ്. അത് ഏറെക്കുറെ സാധ്യമായിട്ടുണ്ട്. എന്നാൽ നിലവിലുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് ഇതിൽ കണ്ണികളുണ്ട്, ഇവർക്ക് ബന്ധമുണ്ട് എന്നുള്ള കാര്യമൊക്കെയാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ കരുതുന്നത്. അവരിലേക്ക് എത്തുക, അവരെയെല്ലാം പിടികൂടുക, മാത്രമല്ല ഇത് പൂർണ്ണമായും തകർത്ത് കളയുക എന്നുള്ള ഒരു കാര്യത്തിൽ ഊന്നി അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പ്രധാനമായിട്ടും ഹരിയാന, ഉത്തർപ്രദേശ്, അതുപോലെ ജമ്മു കാശ്മീർ, ഡൽഹി ഈ ഇടങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് റെയ്ഡ് നടക്കുന്നത്. അതിൽ ഏറ്റവും അധികം അറസ്റ്റുകളും റെയ്ഡും ജമ്മു കാശ്മീർ കേന്ദ്രീകരിച്ച് തന്നെയാണ് സംഭവിക്കുന്നത്. അതിനപ്പുറത്തേക്കൊരു സ്ഫോടന പരമ്പരയാണ് ഈ ഫരീദാബാദ് മൊഡ്യൂൾ ലക്ഷ്യമിട്ടത് എന്നുള്ള കാര്യം നിലവിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 32 കാറുകൾ അവർ വാങ്ങാൻ തീരുമാനിച്ചിരുന്നു. അതിൽ 4 കാറുകളെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള കണക്ക് നമുക്ക് മുന്നിലുണ്ട്. 1 സ്ഫോടനത്തിൽ തകർന്നു പോയിരുന്നു. ബാക്കി 2 കാറുകൾ കൂടി പിടിച്ചെടുത്തിട്ടുണ്ട്. ഒരു മാരുതിയുടെ ബ്രസ, അതുപോലെ തന്നെ ഫോർഡ് എക്കോസ്പോർട്ട്. അതിനപ്പുറത്തേക്കൊരു സ്വിഫ്റ്റ് ഡിസയർ കൂടി ഉണ്ട് എന്നുള്ള കാര്യമാണ് അന്വേഷണ ഏജൻസികളുടെ മുന്നിൽ കണക്കായിട്ടുള്ളത്. അക്കാര്യങ്ങളിലേക്ക് ഇനി എത്തണം. ആ കാറ് കൂടി കണ്ടെത്തേണ്ടതുണ്ട്. അതിനപ്പുറത്തേക്ക് ഇനി കൂടുതൽ കാറുകളുണ്ടോ, മാത്രമല്ല ഇത്തരത്തിലുള്ള IEDകളും RDXും നിർമ്മിക്കാൻ എത്രത്തോളം അമോണിയം നൈട്രേറ്റ് ഉൾപ്പെടെയുള്ള രാസവസ്തുക്കളാണ് ഇവരുടെ പക്കൽ ഉണ്ടായിരുന്നത്, അതെല്ലാം പിടികൂടിയിട്ടുണ്ടോ, അതല്ല ഈ രാജ്യത്ത് പലയിടത്തുമായി ഇനി അതും പലയിടത്ത് ചിന്നിച്ചിതറി കിടക്കുന്നുണ്ടോ, അപ്പോൾ അതെല്ലാം പിടികൂടണം. അതിലേക്കെല്ലാം തന്നെ ഇപ്പോൾ അന്വേഷണം പോയിക്കൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകളും കൂടുതൽ റെയ്ഡുകളും ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡൽഹിയിൽ നിന്നും അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്. ഇപ്പോൾ വരുന്ന വാർത്ത കൂടി ചേർത്ത് വയ്ക്കുകയാണ്. ചെങ്കോട്ട ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം. വിമാനത്താവളങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും മെട്രോ സ്റ്റേഷനുകളിലും സുരക്ഷ കൂട്ടി. യാത്രക്കാർ ഇവിടങ്ങളിൽ നേരത്തെ എത്തണം എന്നാണ് വ്യക്തമാക്കുന്നത്. അർജുൻ തന്നെ അതിന് വിവരങ്ങൾ നൽകും. അർജുൻ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജാഗ്രത തുടരുകയാണ്. ഏതു വിധത്തിലാണ് ആക്രമണത്തിന് പദ്ധതിയിട്ടത് എന്ന് നമ്മൾ അത് അറിയുമ്പോൾ തന്നെ വലിയ ആശങ്കയുണ്ട്. എങ്ങനെയാണ് പരിശോധനകൾ? ഡൽഹിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ, മറ്റു നഗരങ്ങളിലേക്കും നിർദ്ദേശമുണ്ടോ? ഡിവിഷൻ നിലവിൽ ഇത് ഡൽഹിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്. ഒരു അഡ്വൈസറി പുറത്തിറക്കിയിട്ടുണ്ട്. വിമാനത്താവളങ്ങളിൽ 3 മണിക്കൂർ നേരത്തേക്ക്, അതായത് ഡൊമസ്റ്റിക് ട്രാവലിൻ്റെ കാര്യമാണ്, ആഭ്യന്തര സർവീസുകൾക്ക് യാത്രക്കാർ 3 മണിക്കൂർ നേരത്തെയെങ്കിലും എത്തണം, പരിശോധനകൾക്ക് വിധേയമാകണം. അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനുകളിൽ 1/2 മണിക്കൂർ നേരത്തെ എത്തണം. മെട്രോ സ്റ്റേഷനുകളിലും സാധാരണ എളുപ്പത്തിൽ കയറി പോകാവുന്നതാണ്. അവിടെയും ഇത്തരത്തിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 15-20 മിനിറ്റ് മുമ്പ് നേരത്തെ എത്തണം എന്നുള്ളൊരു നിർദ്ദേശമാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. ഇതെന്തായാലും ഈ ചെങ്കോട്ട സ്ഫോടനം, അതായത് നിലവിൽ ഡൽഹിയിൽ നടന്നിരിക്കുന്ന
നടത്തിയിരിക്കുന്ന ആ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു അഡ്വൈസറി പുറത്തിറക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും പരിശോധനകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാറുകളെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഈ ഫരീദാബാദ് മൊഡ്യൂളിലെ ബന്ധങ്ങളെ സംബന്ധിച്ചും ഡൽഹിക്ക് പുറമെ അന്വേഷണം നടക്കുന്നുണ്ട്. അത് ഹരിയാനയിലും അതുപോലെ ഉത്തർപ്രദേശിലും ജമ്മു കശ്മീരിലും കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. അതിനിടയിൽ ഈ ചെങ്കോട്ട സ്ഫോടനം മാത്രമല്ല, ഡൽഹി വലിയൊരു പദ്ധതി ആയിരുന്നു. ഡൽഹിയിൽ പലയിടത്തും പരമ്പര സ്ഫോടനം നടത്താനായിട്ടുള്ള പദ്ധതി ഉണ്ടായിരുന്നു എന്നുള്ള സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു പുതുക്കിയ സുരക്ഷാ അഡ്വൈസറി നൽകിയിരിക്കുന്നത്. അർജുൻ പിതാമനാണ് വിവരങ്ങൾ നൽകുന്നത്. അതിജാഗ്രതയിൽ തുടരുക രാജ്യം. അത് സംവിധാനങ്ങളാകട്ടെ പൗരന്മാരാകട്ടെ ഏത് വിധത്തിൽ സംശയം ജനിപ്പിക്കുന്ന എന്തെങ്കിലും കണ്ടെത്തിയാൽ ഉടനടി അധികൃതരെ അറിയിക്കുക കൂടി ചെയ്യേണ്ടതാണ്. അത്രയേറെ വിഷവിത്തുകളാണ് ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവരെ ഓരോ നിമിഷവും നമുക്ക് തോൽപ്പിച്ചേ മതിയാകും.